ഞാനിപ്പം ഓബസ്ഡോഫ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഞാൻ ആദ്യം പ്ലാൻ ചെയ്യാൻ പോയത് ബ്രെഡ്സ് ഗാർഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. പക്ഷേ എൻ്റെ ട്രെയിൻ ഡിലേ ആയിട്ട് ആ പ്ലാനെല്ലാം മാറിപ്പോയി. ഞാനിപ്പം അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് കുറേ ലൈറ്റാണ് ഹൈക്ക് ചെയ്തിട്ട് ഇറങ്ങിക്കഴിയുമ്പം. ഇപ്പോൾ നമ്മൾ വിൻ്ററല്ലേ, അപ്പം ഒരു 6 മണി 6:30 ആകുമ്പോഴത്തേനും ഈവനിങ് ആകും. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇറങ്ങേണ്ടി വരും. പക്ഷേ ഞാനിപ്പം ബ്രെഡ്സ് ഗാർഡനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈമിനുള്ളിൽ എനിക്ക് ഹൈക്ക് ചെയ്തിട്ട് തിരിച്ചിറങ്ങാൻ പറ്റില്ല. അപ്പം അടുത്തുള്ള വേറെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഓബസ്ഡോഫ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ കുറച്ചുകൂടെ അടുത്തുള്ളൂ. ഇവിടെ ഞാനിപ്പോൾ ഒരു 10:30 എത്തിയതാണ്. ഇവിടെ നിന്ന് ഒരു 8 മണിക്കൂർ ഹൈക്കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വണ്ടി പിടിക്കാതെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഓബസ്ഡോഫ് എന്ന് പറഞ്ഞ സ്ഥലം എല്ലാ ആൽപൈൻ വില്ലേജസ് പോലെ ചെറിയൊരു ഫാമിംഗ് വില്ലേജായിട്ട് തുടങ്ങിയതാണ്. പിന്നെ അത് ഡെവലപ്പായി പിന്നെ 20th സെഞ്ച്വറി ആയപ്പോഴത്തേനും കുറേ വിൻ്റർ സ്പോട്ടൊക്കെ വന്ന് ഇപ്പം ജർമ്മനിയിലെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഓബസ്ഡോഫ് എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പോൾ NRWയിലൊക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ വരാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ ഓബസ്ഡോഫ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്ന മലയില്ലേ, അതിൻ്റെ മണ്ടേ കയറണം. പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ സ്നോയിൽ കൂടെ ഞാൻ ഹൈക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കുമ്പം മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയത്തില്ല, നല്ല കട്ടി സ്നോ ഉണ്ട്. എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കും കയറാൻ പറ്റുമോന്ന്. നമ്മുടെ പ്രോപ്പർ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. ഈ സാധാരണ സ്നോയിൽ കൂടെ ഹൈക്ക് ചെയ്യുന്നവർ ഈ താന്നു പോയിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള നീട്ടത്തിലുള്ള സാധനം കിട്ടും. നമ്മുടെ ഈ സ്കീയിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ നീട്ടത്തിലുള്ള അതുപോലത്തെ ഒരു ഷൂവിൻ്റെ വെളിയിൽ നിന്ന് കെട്ടി വെക്കാൻ കൂട്ടൊരു സാധനം കിട്ടും. അതൊക്കെ വെച്ചാണ് സാധാരണ ആൾക്കാർ കയറാറ് ഇങ്ങനെ നല്ല ഈ വിൻ്ററിൻ്റെ സമയത്തൊക്കെ. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം, എന്താവെന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. നമുക്കിനി അടുത്ത പ്രാവശ്യം അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വരാമല്ലോ. എന്തായാലും എൻ്റെ വെള്ളം തീർന്നു. ഞാനിവിടെ കുറച്ച് വെള്ളം പിടിക്കട്ടെ. സാധാരണ ഞാനിങ്ങനെ വെള്ളം ക്യാരി ചെയ്ത് കൊണ്ടുപോകാറില്ല, കാരണം നമുക്ക് എന്തായാലും മേടിച്ച് ചെല്ലുമ്പോൾ എവിടെ നിന്നൊക്കെ വെള്ളം കിട്ടും. നമ്മൾ അത്രയും വെയിറ്റ് ക്യാരി ചെയ്യണ്ടല്ലോ. നല്ല ഐസ് പോലത്തെ വെള്ളം. നമ്മുടെ മെയിൻ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് സമയമില്ല. കാരണം വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങണം. അല്ലെങ്കിൽ രാത്രി എന്നാ ഇപ്പോൾ സമ്മറാണെങ്കിൽ നമുക്ക് രാത്രി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഐസൊന്നും കാണില്ലല്ലോ. അപ്പോൾ നമ്മളുള്ളത് കയറിയിട്ട് നമ്മൾ ഇരുട്ടുന്നതിൻ്റെ മുമ്പ് ഇറങ്ങണം. അതാണ് ഒരു ചാലഞ്ച്. ഞാൻ പിന്നെ പോകുന്ന ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടെ സ്ലോ ആയിരുന്നുണ്ട് ഹൈക്കിങ്. എന്താ അറിയത്തില്ല, നമ്മൾ പറ്റുന്നതിലൊക്കെ ചെയ്തു നോക്കാം.
അപ്പം വിചാരിച്ച പോലെ തന്നെ ഹൈക്കിങ് പാതിയല്ല ഒരു മുക്കാൽ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഇനി ഇവിടുന്ന് ഒരു 2.200 കിലോമീറ്റർ കൂടെ ഉണ്ട് മേളിലോട്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി മനസ്സിലാകുന്നില്ല. നിങ്ങൾ കണ്ടില്ലേ ഇതാ അവസ്ഥ. ഇതൊന്നുമല്ല വഴി, ഇതേതോ കാട്ട് വഴിയാണ്. ഞാൻ അള്ളിപ്പിടിച്ചില്ല ഇങ്ങനെ കയറി വന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഈ മരത്തിൻ്റെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാല് പോകും. ഈ മഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ അറിയാല അതിൻ്റെ ഉള്ളിൽ കുഴിയുണ്ടെന്ന്. അപ്പോൾ ഇനി മണ്ടലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാൻ പറ്റും, പക്ഷെ തിരിച്ചിറങ്ങൽ റിസ്ക്കാണ്. രാത്രിയാണ് തിരിച്ചിറങ്ങുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ച് തിരിച്ച് പയ്യെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ പ്രകൃതിയോട് മല്ലിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നൈസൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഹൈക്ക് പൂർത്തിയാക്കാണ്ട് തിരിച്ചിറങ്ങുന്നത്. ഞാൻ ഈ വിൻ്ററിൽ ആദ്യമായിട്ട് ഹൈക്ക് ചെയ്യുന്നത്. ഇവിടെ വേറൊരു മനുഷ്യന്മാർ പോലും ഇല്ല. സാധാരണ നമ്മൾ സമ്മർ ഹൈക്ക് ചെയ്യുമ്പം ഉള്ള അമ്മച്ചിമാരും അപ്പപ്പന്മാരും പിള്ളേരും എല്ലാവരും കാണും ഇത് ഹൈക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇപ്പം നല്ല യൂത്തന്മാർ പോയിട്ട് നല്ല ട്രയൽ റൺസ് ചെയ്യുന്ന ആൾക്കാർ പോലും ഇല്ല. ഇപ്പോൾ വിൻ്ററിന് ഇത്ര സീനാണെന്ന് ഞാൻ ഓർത്തില്ല. മെയിൻ സീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വഴി മനസ്സിലാകുന്നില്ല. തിരിച്ചിറങ്ങുമ്പോൾ രാത്രി വഴി മനസ്സിലായില്ലെങ്കിൽ വെട്ടിൻ്റെ പണി കിട്ടും. ഇവിടെ രാത്രി പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീസായി പോകും രാത്രി. അതുകൊണ്ട് ബുദ്ധിപൂർവ്വം തിരിച്ചിറങ്ങാമെന്ന് വെച്ച് ഞാൻ. കുഴപ്പമില്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ അത്യാവശ്യം നമ്മൾ കയറി വന്നു, പക്ഷെ ഇതൊന്നും ആയില്ല. ഞാൻ അവിടെയായിട്ട് ഒരു എന്തിനാ ഞാൻ കണ്ടു, ചെന്നായി ആണോ, ഇവിടെ ചെന്നായി ഉണ്ടോ, ജർമ്മനിയിൽ ചെന്നായി ഉണ്ടോ എനിക്കറിയത്തില്ല കേട്ടോ. ചെന്നായി ആണോ അതോ മാനാണോ, എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ചെന്നായിനെ പോലെ തോന്നിയത്. ഞാൻ കുറേ നേരം നോക്കി ഒന്ന് ജസ്റ്റ് മിന്നായ പോലെ കണ്ടു, പിന്നെ കണ്ടില്ല. എന്തായാലും ഞാൻ പയ്യെ ഇറങ്ങട്ടെ. ഇനി ഇവിടെ എങ്ങനെ ഇരുന്നിട്ട് വലിയ കാര്യമില്ലല്ലോ, ഇറങ്ങലാണ് സീൻ. എന്തായാലും ഇനി ഇറങ്ങിയിട്ട് കാണട്ടോ. ഓക്കെ. ഈ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ ഇത് 2ാമത്തെ പ്രാവശ്യം റെക്കോർഡ് ചെയ്യുന്നത്, പക്ഷെ റെക്കോർഡാകുന്നില്ല. ഞാൻ ഇറങ്ങി വന്നപ്പം ഞാൻ ഇറങ്ങി വരുന്നതിൻ്റെ കുറേ വിഷ്വൽസ് ഞാൻ എടുത്തായിരുന്നു, പക്ഷെ അതൊന്നും റെക്കോർഡായില്ല. അപ്പോൾ ഈ മൗണ്ടനാണ് ഞാൻ കയറാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ ടോപ്പിൽ. പക്ഷേ നടന്നില്ല. നമ്മളൊരു എവിടെ നിന്ന് എത്തിയതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മളൊന്നുകൂടെ വരുന്നതായിരിക്കും സമ്മർ ടൈമിൽ. ഇതേ കാണുന്ന മലയാണ് നാഗൽഹോൺ. നാഗൽഹോൺ എന്നാണെന്ന് തോന്നുന്നു. എനിക്ക് പേരൊക്കെ ഓർത്തിരിക്കാൻ വലിയ പാടാണ്. ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ദൂരമൊന്നും പോകണ്ട ഹൈക്ക് ചെയ്യാൻ വേണ്ടി. ബാനോഫിൻ്റെ അടുത്ത് തന്നെ ഒരു 10 കിലോമീറ്ററിൽ തന്നെ നമുക്ക് കുറേ ഹൈക്കിംഗ് സ്പോട്ടുകൾ കിട്ടും ഇവിടെ. പിന്നെ NRW നിന്ന് വരുന്ന ആൾക്കാർക്ക്, ഇപ്പം ബവേരിയയിലൊന്നും അല്ലാണ്ട് ഇപ്പം NRW നോർത്ത് സൈഡിലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ അടുത്ത് ഈ ഒരു ഏരിയ ആയിരിക്കും. ഓബസ്ഡോഫ് അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞാൻ എപ്പോഴും ഓബ്സ്ഡോഫ് എന്ന് പറയും, അതല്ല ഓബസ്ഡോഫ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞൊരു കോണ് പോലെ ഇരിക്കുന്നത്. അപ്പുറം ഇപ്പുറം എല്ലാം ഓസ്ട്രിയ.
ഓസ്ട്രിയൻ ആൽപ്സാണ് അപ്പുറം ഇപ്പുറം എല്ലാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ബോർഡർ കടന്ന് ഓസ്ട്രേലിയയിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള പീക്കുകളെല്ലാം മൗണ്ടൻസ് എല്ലാം തന്നെ 3000 മിക്ക മൗണ്ടൻസ് തന്നെ 3000 മീറ്റേഴ്സിന് മുകളിലുള്ള മൗണ്ടൻസാണ്. നമുക്ക് ഒരു വർഷം അങ്ങനത്തെ ഒരു ഹൈക്കിങ് പിടിക്കണം, ഒരു ലോങ് ഒരാഴ്ചത്തേക്കിനൊക്കെയുള്ള. ഈ ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഹൈക്കിങ്ങിന് വേണ്ടി ഒത്തിരി പൈസ ചിലവാക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമ്മറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അങ്ങനെ, കഴിഞ്ഞ കൊല്ലമൊക്കെ ഞാൻ മറ്റേ നൈക്കിൻ്റെ സ്നീക്കേഴ്സൊക്കെ ഇട്ടാണ് ഹൈക്ക് ചെയ്തത്. പക്ഷെ അത് കൊള്ളിയല്ല. എന്നാലും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഹൈക്ക് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ. പിന്നെ നമുക്ക് വേറെ തെർമൽസോ അല്ലാണ്ട് മറ്റേ സ്ലീപ്പിംഗ് ബാഗോ ടെൻറ്റോ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ലല്ലോ സമ്മറിലാകുമ്പോൾ. വല്ല മരത്തിൻ്റെ ചോട്ടിലേക്ക് കിടന്നുറങ്ങുക, അങ്ങനെ ഉറങ്ങാൻ താല്പര്യമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഇനിയും ഇന്തമാതിരി വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.